വളരെ പ്രധാനപ്പെട്ട നാം എപ്പോഴും സംഭാഷണത്തിലും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കുന്ന ചോദ്യരൂപത്തെ എങ്ങനെ വളരെ എളുപ്പം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നതാണ് ഇന്നത്തെ പ്രധാനമായ ക്ലാസ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ ചെറിയ സെൻറ്റൻസുകൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഈസി ആയ ടിപ്സാണ് ഞാനിന്ന് പറയുന്നത്. ഞാനിപ്പോൾ ആദ്യം ഒരു 3 ക്വസ്റ്റ്യൻ പറയാം. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഞാനൊരു അധ്യാപികയാണ്. യു ആർ എ സ്റ്റുഡൻറ്റ്. നീയൊരു കുട്ടിയാണ്, സ്റ്റുഡൻ്റാണ്, വിദ്യാർത്ഥിയാണ്. ഓക്കെ. ദേ ആർ ഡോക്ടേഴ്സ്. അവർ ഡോക്ടേഴ്സാണ്. ഇപ്പോൾ ഈ 3 സെൻറ്റൻസുകൾ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഐ ആം എ ടീച്ചർ പറഞ്ഞു. ഞാൻ ആം ആണ്. എ ടീച്ചർ ഒരു അധ്യാപിക. യു ആർ എ സ്റ്റുഡൻറ്റ്. ദേ ആർ ഡോക്ടേഴ്സ്. ഇത്രയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അധ്യാപികയാണ് എന്ന് പറഞ്ഞു, അല്ലേ? എന്നാൽ ഈ ഐ എന്നതിൻ്റെ മുമ്പേ നമ്മൾ ആം എന്ന ഓക്സിലറി വെർബ് എന്നാണ് അതിന് പറയുന്നത്. അതിനെ നമ്മൾ ആദ്യം എഴുതിയാൽ എങ്ങനെയാവും ആ ചോദ്യം, ആ സെൻറ്റൻസ്? ഐ രണ്ടാമത് വരുന്നു, ആം ആദ്യം വരുന്നു. അപ്പം ആം ഐ എ ടീച്ചർ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു രസം തോന്നില്ല, അല്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നമ്മളിനി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടണം. അതായത് ഐ ആം എ ടീച്ചർ കഴിഞ്ഞ് നമ്മൾ ഫുൾ സ്റ്റോപ്പാണ് ഇടുന്നത്. എന്നാൽ ഐക്ക് മുമ്പായിട്ട് ആമിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവസാനം അവിടെ ക്വസ്റ്റ്യൻ ആണ് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസിലൊന്ന് പറയാമോ? ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണ്. അതിനെ ഈ ആമിനെ പുറത്ത് ആദ്യം എഴുതി കഴിഞ്ഞപ്പോൾ അതെന്തായി മാറിക്കാണും? അതൊരു ചോദ്യമായി മാറി. അതെങ്ങനെയായിരിക്കും ആ ചോദ്യം? ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണ്. ആം ഐ എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണോ? അതാണ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സെൻറ്റൻസ് വൈസ് ആൻസേഴ്സ് ഒന്നും കാണില്ല. യെസ്സോ അല്ലെങ്കിൽ നോയോ അതായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിന് ആദ്യം കുഞ്ഞു സെൻറ്റൻസുകൾ വെച്ച് പറഞ്ഞു തരാണ്. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അവിടെ ഏതാണോ അവിടെയുള്ള ഓക്സിലിയർ വെർബ് അതിനെ ആദ്യം നമ്മൾ പുറത്തെടുത്ത് എഴുതിയാൽ അത് ക്വസ്റ്റ്യൻ ആവും. മസ്റ്റായിട്ടും അത് ക്വസ്റ്റ്യൻ ആവുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഓക്സിലിയറി വെർബ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൻറ്റൻസിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് അല്ല ഇടേണ്ടത്, ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഐ ആം എ ടീച്ചർ എന്നുള്ളത് ആം ഐ എ ടീച്ചർ എന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ആർ എ സ്റ്റുഡൻറ്റ് എന്നത് ഒരു ക്വസ്റ്റ്യൻ ആക്കാമോ? അപ്പോൾ എന്താവും? യുവിൻ്റെ ഇപ്പുറത്തേക്ക് ഏത് വരണം? ആറ് വരണം. അപ്പോൾ അതെന്തായി? ആർ യു എ സ്റ്റുഡൻ്റ് എന്നായി, ഇല്ലേ? അടുത്തത് നമ്മൾ പറഞ്ഞത് ദേ ആർ ഡോക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പറയാമോ അവിടെ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ആ ദേയുടെ മുന്നിൽ തൊട്ടടുത്ത് കിടക്കുന്ന ആറിനെ എടുത്ത് വെക്കുന്നു. ആർ ദേ ഡോക്ടേഴ്സ്. കണ്ടോ? അപ്പോൾ ഐ ആം എ ടീച്ചർ എന്തായി? ആം ഐ എ ടീച്ചറായി. യു ആർ എ സ്റ്റുഡൻ്റ് എന്തായി? ആർ യു എ സ്റ്റുഡൻ്റായി. ദേ ആർ ഡോക്ടേഴ്സ് എന്നത് ആർ ദേ ഡോക്ടേഴ്സായി. അപ്പോൾ ഞാനൊരു അധ്യാപികയാണ്, ഐ എം എ ടീച്ചർ. ഞാനൊരു അധ്യാപികയാണോ? അതാണ് ആം ഐ എ ടീച്ചർ. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ഇനി മനസ്സിലാക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഓരോന്നും നോക്കിക്കോളൂ. ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഈ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നു എന്നത് മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ എന്തായി ചോദ്യം? അവൻ സ്കൂളിൽ പോവുകയാണോ എന്നായി, ഇല്ലേ? ഇവിടെ നമ്മൾ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കുന്നത്. മറ്റുള്ള ചോദ്യങ്ങളെ പറ്റി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട. ഉടൻ തന്നെ ആ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ എന്തായി നമ്മൾ പറഞ്ഞത്? ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്നത് നമ്മൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈസങ് ആദ്യം എടുത്തോളൂ. ഈസ് ഹി ഗോയിങ് ടു സ്കൂൾ? അവൻ സ്കൂളിലാണോ പോകുന്നത്?
അവൻ സ്കൂളിലാണ് പോകുന്നതെന്നൊരാൾ പറയുമ്പം അവന് ഭാവമൊന്നും കണ്ടിട്ട് സ്കൂളിൽ പോവുക അല്ലല്ലോ എന്ന് നമുക്കൊന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ഹി ഗോയിങ് ടു സ്കൂൾ? ഹി ഈസ് എന്നത് ഈസ് ഹീ എന്നാക്കണം. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഐ ഹാവ് എ പെൻ. എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. അവിടെ ഓക്സിലറി വെർബ് ഏതാണ്? ഹാവ് ആണ്. അപ്പോൾ ആ ഹാവിനെ പുറത്തെടുക്കുമ്പോൾ എന്താവും? ഹാവ് ഐ എ പെൻ. അതിന് പകരം നമുക്ക് ഐ മാറ്റി ഹാവ് യു എ പെന്നും ചോദിക്കാം. നമ്മോട് തന്നെയല്ല, നമ്മൾ നേരെ അടുത്തുള്ള മറ്റൊരാൾക്കാണ് അതെങ്കിൽ ഹാവ് യു ഐയെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ നമുക്ക് ഹാവ് യു എ പെൻ എന്ന് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഐ വാസ് എ ടീച്ചർ, അതുപോലെ ഐ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇത് പറയുമ്പോൾ ഇപ്പം നമുക്ക് വാസ് വെച്ച്, അതായത് ഓക്സിലറി വെർബ് ഏതാണോ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ നമുക്ക് എഴുതേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആ ഓക്സിലറി വെർബ് സെൻറ്റൻസിനും ആയാലും ക്വസ്റ്റ്യൻ ആയാലും അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓക്സിലറി വെർബിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് ദേ ആർ ഫ്രണ്ട്സ്. ദേ ആർ ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരാണ്. അവർ കൂട്ടുകാരാണോ എന്നിങ്ങനെ ചോദിക്കും. ആർ ദേ ഫ്രണ്ട്സ്? ഓക്കെ, അപ്പോൾ ആ ബന്ധം അല്ലെങ്കിൽ അതെങ്ങനെ ആക്കാം എന്നത്, ഇപ്പോൾ ഹീസ് റൈറ്റിംഗ് എ നോവൽ, അവനൊരു നോവൽ എഴുതുകയാണ്. ഈസ് ഹീ റൈറ്റിംഗ് എ നോവൽ? ഈസ് ഹീ റൈറ്റിംഗ് എ നോവൽ? അവൻ നോവൽ എഴുതിയാണോ? ഓക്കെ, അപ്പോൾ അവിടെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഉണരുന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞതിന് ഐ റൈറ്റ് എ നോവൽ, ഹി റൈറ്റ്സ് എ നോവൽ എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓക്സിലറി വെർബിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഐ റൈറ്റ് എന്നതിനകത്ത് റൈറ്റിനകത്തുള്ള ഓക്സിലറി വെർബാണ് ഡു. ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്. ആ സമയത്ത് ഡസ് പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഇത് എടുക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ആദ്യം വെർബിനെ ശ്രദ്ധിക്കുക. അപ്പോൾ ആ വെർബ് എന്ന് പറയുന്നത് അത് എസ്സിലാണോ അല്ലാതെ എസ് ഇല്ലാതാണോ ഐ എൻ ജിയിലാണോ അവസാനിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ വെർബ്, അതായത് ഡു അല്ലെങ്കിൽ ഡസ് വെർബാണ് നമ്മൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുന്നത്, അതായത് ഈറ്റ് അല്ലെങ്കിൽ ഈറ്റ്സ്. അപ്പം ഹി ഈറ്റ്സ് ഫുഡ് എന്നാണെങ്കിൽ ആ ഈറ്റ്സിൻ്റെ അവിടെ നമുക്ക് ആ ഇതിനെ എടുക്കാം. എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ചോദിക്കാം. ഈറ്റ്സ് എന്നത് എസ് ഉള്ളത് കൊണ്ട് അവിടെ ഡസ് ഫോമാണ്. ഓക്കെ, അപ്പോൾ ആ ഡസ് ഫോമിനെ നമ്മൾ അവിടെ പുറത്തെടുത്തിട്ട് ഡസ്, അപ്പോൾ പിന്നെ എസ് അവിടെ നിന്ന് പോയി. ഡസ് ഹി ഈറ്റ് ഫുഡ്? ഡസ് ഹി ഈറ്റ് ഫുഡ്? ഓക്കെ, ഇനി ദേ ഈറ്റ് ഫുഡ് എന്നാണെങ്കിലോ എന്താണ്? ഈറ്റ് എന്ന് പറയുന്നത് ഡു ഫോമാണ്. അപ്പം ഡു ദേ ഈറ്റ് ഫുഡ്? അപ്പം ഹി ഈറ്റ്സ് ഫുഡ് എന്തായി? ഡസ് ഹി ഈറ്റ് ഫുഡ്? ദേ ഈറ്റ് ഫുഡ് എന്തായി? ഡു ദേ ഈറ്റ് ഫുഡായി. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത്, അപ്പോൾ ആ ഡു ഡസ് ഫോമായി ഹാസ്, ഹാവ്, ഹാഡ് നമ്മൾ പഠിച്ചു. ആം, ഈസ്, ആർ പഠിച്ചു. ഓക്കെ, ഇനിയുള്ളത് വാസ് ഓർ വെയർ വരുമ്പോൾ എന്ത് വരും? ഓക്സിലറി വെർബിൽ ആദ്യം നമ്മൾ വാസ് ഓർ വെയർ തന്നെ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ക്വസ്റ്റ്യൻ എഴുതുമ്പം അതിനുശേഷം സബ്ജക്റ്റ് എഴുതുക. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം എന്നുള്ള കൺസെപ്റ്റ് സെൻറ്റൻസിനാണ്. അപ്പോൾ സബ്ജക്റ്റ് രണ്ടാമതാണ് ക്വസ്റ്റ്യന് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ പ്രത്യേകം നിങ്ങൾ അതിനകത്തൊന്ന് നോക്കിയേക്കണം. അതിനുശേഷം ഈ കമൻറ്റ് സെക്ഷനിൽ ഇടണം. ഞാനപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനുകളൊന്ന് പറയാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മലയാളം എഴുതുമ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പം ഞാൻ പറയാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഹി ഈസ്, അപ്പം ഞാൻ മലയാളത്തിലായിരിക്കും. അവൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഹീ ഈസ് വാക്കിംഗ് എന്ന് എഴുതണം. ഹീ ഈസ് വാക്കിംഗ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് അതിന് നേരെ ഒരു വടയിട്ടിട്ട് ഈസ് ഹീ വാക്കിംഗ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. ഞാനിപ്പോൾ ആ എക്സസൈസ് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
പശുക്കൾ പുല്ല് തിന്നുന്നു. പശുക്കൾ പുല്ല് തിന്നുന്നു. അപ്പോൾ അവിടുത്തെ എക്സാമ്പിളാണ്, അത് പറഞ്ഞുതരാം. കൗസ് ഈറ്റ് ഗ്രാസ്. പശുക്കൾ പുല്ല് തിന്നുന്നു എന്ന് എഴുതിയിട്ട് കൗസ് ഈറ്റ് ഗ്രാസ്. എന്നിട്ട് അടുത്ത് നമ്മൾ എഴുതുന്നു ഡു കൗസ് ഈറ്റ് ഗ്രാസ്. ഡു കൗസ് ഈറ്റ് ഗ്രാസ്. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2 എണ്ണം എഴുതണം, അത് മറന്നു പോകരുത്. അതിൻ്റെ ഇംഗ്ലീഷും എഴുതണം, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനും എഴുതണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവൾ സ്കൂളിലേക്ക് പോകുന്നു. 3, അവൻ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലിസൺ ആയാലും മതി. ഓക്കെ. അടുത്തത്, എൻ്റെ മകൻ സിനിമ കാണുന്നു. നെക്സ്റ്റ്, നാളെ ഞാൻ സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം എഴുതുക. ഇതിൻ്റെ എല്ലാ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർ പറയുക. തീർച്ചയായും അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.